ഹായ് ഓൾ, വെൽക്കം ടു എമിനന്റ് PSC. 2026 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അതായത് CGLന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നു. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്തുന്ന ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലേ? ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഡിഗ്രി ഉള്ള ഒരാൾക്ക് എഴുതാൻ കഴിയുന്ന ഒരു എക്സാമാണ് ഈ CGL എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നു. നമ്മൾ നോക്കിയാൽ ഇത് എന്ന് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോട്ടിഫിക്കേഷനിൽ SSC പറഞ്ഞിരിക്കുന്നത് 22/6 എന്നുള്ളതാണ്. അതായത് ജൂൺ 22 വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സാം നടത്തുന്നത് തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു എന്നുള്ളത്, ഡിഗ്രി ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 2 ലെവലിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഒരു ടയർ 1, ടയർ 2. അതായത് ടയർ 1 എക്സാം പാസ്സാവുന്നവർക്ക് ടയർ 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ എക്സാം പോകുന്നത്. അപ്പോൾ ഈ ടയർ 1 എന്ന് പറയുന്നത് അതും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ അല്ലെങ്കിൽ അവർ അലോട്ട് ചെയ്യുന്ന സെൻറ്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എക്സാമാണ്. അതായത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമല്ല. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ടയർ 1 എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത്, അതായത് സെപ്റ്റംബർ 2026 ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും ടയർ 1 നടക്കുന്നത്. ഈ ടയർ 1 കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്ത് വരുന്ന ആളുകൾക്ക് ടയർ 2 എന്ന് പറഞ്ഞതുണ്ടാവും. ഈ ടയർ 2 നടക്കുന്നത് ഡിസംബറിലാണ്. അതായത് 2026 തന്നെ ഈ പറയുന്ന 2 സ്റ്റേജ് ഓഫ് എക്സാംസും SSC കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം എക്സാം ഡേറ്റ് എന്താണെന്ന് മനസ്സിലായി, എന്ന് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇതിലേക്ക് ഏതെല്ലാം പോസ്റ്റുകളാണുള്ളത് നോക്കിയാൽ ഏകദേശം 40-ൽ പരം പോസ്റ്റുകളിലേക്ക്, അതായത് സെൻട്രൽ ഗവൺമെൻറ് പല ഇതിൽ വരുന്ന 40-ൽ പരം പോസ്റ്റുകളിലേക്കാണ് ഇതിൽ വരുന്നത്. അതിൽ ഏകദേശം 28 എണ്ണത്തോളം ഗ്രൂപ്പ് ബി പോസ്റ്റുകളും ബാക്കി ഗ്രൂപ്പ് സി പോസ്റ്റുകളുമാണ്. അതിൽ തന്നെ ഈ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ 3 എണ്ണം നിങ്ങൾക്ക് കാണാം ലെവൽ 8 പേ സ്കെയിൽ, അതായത് ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ളതാണ് 3 എണ്ണം വരുന്നത്. അത് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നാണ്. അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഗസറ്റഡ് ഓഫീസർ, CAGയുടെ കീഴിൽ വരുന്ന ഈ അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗസറ്റഡ് ഓഫീസറാണ്. അതിൽ ഏറ്റവും ഉയർന്ന സാലറി വരുന്നതും ഇതാണ്. ഇതൊരു 18 മുതൽ 30 വയസ്സ് വരെ ആണ് അതിൻ്റെ, അതായത് 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 10-40 എക്സാമുകൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഓരോ ജോബിനും വേരിയേഷൻ വരുന്നുണ്ട്. 27 മുതൽ 32 വരെയാണ് ജനറൽ കാറ്റഗറി. അതായത് ചില പോസ്റ്റുകൾക്ക് 27 വയസ്സും ചിലത് 32 വരെയും പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി OBC കാറ്റഗറിക്ക് 3 വർഷത്തെ റിലാക്സേഷനും SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ റിലാക്സേഷനും ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബിയിൽ തന്നെ ഈ ഗസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്, അല്ലാതെ വന്ന് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളെല്ലാം ഈ ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതെല്ലാം തന്നെ ഈ പറയുന്ന പോലെ 30 ഏജ് ഇതിൽ വരുന്നതാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിനകത്തുള്ള ഇൻസ്പെക്ടർ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ CBIയിലെ സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ട്, റിസർച്ച് അനലിസ്റ്റ്, ഇങ്ങനെയുള്ള മറ്റു പോസ്റ്റുകളും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാനായിട്ട് കഴിയും. ഇനി ഗ്രൂപ്പ് സിയിലേക്ക് വന്നാൽ ഗ്രൂപ്പ് സിയിൽ നിങ്ങൾക്ക് ഓഡിറ്റർ പോസ്റ്റുകൾ, അക്കൗണ്ടൻറ്റ് പോസ്റ്റുകൾ കാണാനായിട്ട് കഴിയും. പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളാണ് ഗ്രൂപ്പ് സിയിലും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ ചില ഇതുകൾക്ക്, അതായത് ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, CBI, നർക്കോട്ടിക്സിലെ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ വരുമ്പോൾ അവിടെ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ഇതുകൂടെ നോക്കുന്നതായിരിക്കും. അതായത് ഒരു മിനിമം ലെവൽ ഓഫ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ ലിസ്റ്റും ഡീറ്റെയിൽ ഇവർ പറയുന്നുണ്ട്. അത് നമുക്ക് മറ്റുള്ള പോലെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വേക്കൻസി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 12,256 വേക്കൻസീസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ വേക്കൻസി മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 12,000-ന് മുകളിൽ വേക്കൻസി, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ 12,000-ന് മുകളിൽ ഡിഗ്രി ലെവൽ ക്വാളിഫൈ ചെയ്ത ആളുകൾക്കുള്ള ജോബ് വേക്കൻസി, വളരെ വലിയൊരു വേക്കൻസിയാണ് നിങ്ങളുടെ മുന്നിൽ, ഓപ്പർച്യൂണിറ്റിയാണ് ഈ തുറന്ന് തന്നിരിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ എക്സാമിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ
എക്സാമിൽ നമ്മൾ പറഞ്ഞു ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടയർ 1 എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടയർ 1-ൽ 4 സബ്ജക്റ്റുകളായിട്ട് അല്ലെങ്കിൽ 4 ടോപ്പിക്കുകളായിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ തിരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 4 സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 4 മെയിൻ ഡിവിഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്ന് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന കാര്യമാണ്. നമ്മുടെ ഈ പിക്ചർ നോക്കിയിട്ടുള്ള അനലിസിങ് കാര്യങ്ങളും അല്ലെങ്കിൽ ഡേറ്റ്സും അങ്ങനെ ഒരുപാട് വലിയൊരു സിലബസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ തന്നിട്ടുണ്ട്. പിന്നെ ജനറൽ അവെയർനെസ്, നമ്മുടെ കറണ്ട് അഫയേഴ്സും ജനറൽ നോളജുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു 1 വേർഡ് പോലുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റ്ലി ചോദിക്കുന്നത്. കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ഇത് ഫാക്ച്വൽ ആയിട്ടുള്ളതാണ് യൂഷ്വലി ചോദിക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 4 ഭാഗത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇതിന് ഓരോന്നിനും 25 ചോദ്യങ്ങൾ വീതം ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 2 മാർക്ക്, ശരിയാവുന്നതിന് അതും തെറ്റിന് നെഗറ്റീവ് മാർക്കും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 മാർക്ക് എന്ന് പറയുമ്പോൾ 50 മാർക്ക് വെച്ച് 4 ഇതിന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത് 200 മാർക്കിനാണ്. ഇതിൽ ഈ വർഷം മുതൽ സെക്ഷണൽ കട്ട് ഓഫ് ടൈം വന്നിട്ടുണ്ട്. അതായത് ഈ 4 ടോപ്പിക് ഉൾപ്പെടുന്ന ഒരു പേപ്പർ നിങ്ങൾ 1 അവറിൽ തീർക്കണം. ഈ 1 അവറിൽ ഇത് തീർക്കുന്നതിനോടൊപ്പം നേരത്തെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും 4 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്താൽ അപ്പോൾ അതിലിപ്പോൾ മാത്സിന് വേണമെങ്കിൽ അരമണിക്കൂറോ എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാത്തിനും 15 മിനിറ്റ് സെക്ഷണൽ കട്ട് ഓഫ് വന്നു. അതായത് നിങ്ങൾ ആൻസർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ 15 മിനിറ്റിന് കൊണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് പോകും. പിന്നീട് ആ സെക്ഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഓരോ സെക്ഷനും 15 മിനിറ്റിൻ്റെ സെക്ഷണൽ കട്ട് ഓഫ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് 15 മിനിറ്റ് പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ഒക്കെ വളരെ പെട്ടെന്ന് വായിച്ചു പോയിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് ആ സമയം കൂടെ നമുക്ക് മാത്സിന് അല്ലെങ്കിൽ ആ സമയം കൂടെ നമുക്ക് റീസണിങ്ങിന് ഉപയോഗിക്കാനായിട്ട് കഴിയുമായിരുന്നു. ഇപ്പോൾ അത് കഴിയില്ല. 15 മിനിറ്റാണ്. ഈ 15 മിനിറ്റ് ജനറൽ അവയർനെസ്സിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തേ പറ്റൂ. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്ര ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇനി മാത്സിലേക്കും റീസണിങ്ങിലേക്കും വരുമ്പോഴും ആ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ 25 ചോദ്യങ്ങളിൽ എത്ര എണ്ണം ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ മുൻകാലത്തെ അപേക്ഷിച്ച് മാത്സും റീസണിങ്ങിനും ഒക്കെ കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ എക്സാമിനെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ സെക്ഷണൽ കട്ട് ഓഫ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണാനായിട്ട് കഴിയും. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മുടെ ടയർ 2-ലേക്ക് പോകുമ്പോൾ ടയർ 2 അതായത് ടയർ 1 ക്ലിയർ ചെയ്ത് ടയർ 2-ലേക്ക് ആളുകൾ പോകുമ്പോൾ അവിടെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 3 പേപ്പറുകൾ കാണാനായിട്ട്. ഈ പേപ്പർ 1 എല്ലാവരും എഴുതേണ്ട ഇതാണ്. പേപ്പർ 2-ലേക്കും 3-ലേക്കും വരുമ്പോൾ അത് ചില പർട്ടിക്കുലർ പോസ്റ്റുകൾക്കാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ജോബുകൾ, അങ്ങനെയുള്ള ചില ജോബുകൾക്ക് മാത്രമാണ് ആ 2ഉം 3ഉം വരുന്നത്. 1 ആണ് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നത്. ആ 1-നകത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സെക്ഷണൽ കട്ട് ഓഫ് ടൈം വരുന്നുണ്ട്. നമുക്ക് അവിടെയും ഈ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ഈ കാര്യങ്ങളാണ് അതിനകത്ത്. പിന്നെ ചെറിയ ടൈപ്പിംഗ് സ്പീഡിൻ്റെ കാര്യവും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പേപ്പർ 1-നകത്ത് കയറി വരുന്നതെന്ന് കാണാനായിട്ട്. അതായത് ടയർ 2-ൽ അതിൻ്റെ പേപ്പർ 2, പേപ്പർ 3 ഞാൻ പറഞ്ഞു അതാ ചില ജോബുകൾ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. സോ ഇങ്ങനെയാണ് ടയർ 1-ഉം ടയർ 2-വിൻ്റെയും സിലബസുകളും അല്ലെങ്കിൽ എക്സാം പാറ്റേൺ SSC അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ടയർ 1, ടയർ 2 എക്സാം ക്ലിയർ ചെയ്യുന്നവരിൽ നിന്നാണ് പിന്നെ ഫൈനൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ലിസ്റ്റ് വരിക. അത് അവരുടെ പ്രിഫറൻസും കാര്യങ്ങളും അവരുടെ നമ്മൾ വെച്ചിരിക്കുന്ന റാങ്ക് ലിസ്റ്റൊക്കെ അനുസരിച്ച് ഏത് വേക്കൻസിയാണ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ സിലബസ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ മാത്സിനകത്തും റീസണിങ്ങിനകത്തും ഒക്കെ ഏതൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട് എന്നുള്ള സാധനങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവർ തന്നെ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്ന് വളരെ അനാലജി, സെമാൻറ്റിക് ക്ലാസിഫിക്കേഷൻ, നമ്പർ അനാലജി, ക്ലാസിഫിക്കേഷൻ, ഫിഗർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വെൻ ഡയഗ്രംസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ജനറൽ അവെയർനെസ്സിനകത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടവന് ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള ടോപ്പിക്കുകൾ, എക്കണോമിക് സയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്താ പറയുന്നത്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിലോട്ട് വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ്, അങ്ങനെ ആ മാത്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു 10th ലെവലുള്ള കോംപ്രിഹെൻഷൻ കാര്യങ്ങളാണ് അവർ യൂഷ്വലി ചോദിക്കുന്നത്. ഇനി നമ്മൾ ഈ ടയർ 2-ലേക്ക് വരുമ്പോൾ ട്രിഗ്നോമെട്രി, മാത്സിൽ ട്രിഗ്നോമെട്രി പോലുള്ള പോർഷനുകളും വളരെ കുറച്ച്, ഒരുപാടൊന്നല്ല വളരെ കുറച്ച് പോർഷൻ അതും കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് മുന്നിൽ വെച്ച് കൃത്യമായി പ്രിപ്പയർ ചെയ്താൽ നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. ഇതിപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഏകദേശം ഒരു
3 മാസത്തോളം പ്രിപ്പറേഷൻ ടൈം ഇനിയും നിങ്ങൾക്ക് പോസിബിളാണ് പ്രിലിമിനറിക്ക്. അതിനുശേഷം വീണ്ടും ഒരു 1 to 1.5 months മെയിൻസിനും പോസിബിളാണ്. അപ്പോൾ ഇനിയാണെങ്കിലും കൃത്യമായി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. സോ എല്ലാവരും ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇതിൻ്റെ പുതിയ ബാച്ചസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.